ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഘോഷിക്കാൻ കിട്ടുന്ന, സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ദിവസങ്ങളും ഒരു നിമിഷങ്ങളും വേസ്റ്റ് ചെയ്യരുത്. എല്ലാം ആഘോഷിച്ചും സെലിബ്രേറ്റും ചെയ്തും തന്നെ മുന്നോട്ട് പോകണം. പണ്ട് പലരും പറഞ്ഞ് തന്ന കുറച്ച് ഇതുണ്ട്. നമ്മൾ വെറുതെ ആഘോഷിച്ച് സമയം കളയരുത്, അല്ലെങ്കിൽ പൈസ കളയരുത്. അപ്പോൾ ഫുഡൊക്കെ ചില ആൾക്കാർ, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, കുക്ക് ചെയ്ത് വെറുതെ എന്തിനാ ഇങ്ങനെ പൈസ കളയുന്നത്, നമ്മൾ എന്ത് ചെയ്താലും പൈസ കളയരുത് അങ്ങനെ ഒരു ഇത്. സേവിങ്സ് വേണം, പക്ഷേ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ ഇങ്ങനെ ജീവിച്ച് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പം ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾ ചിന്തിക്കും, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നാളുകളൊക്കെ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനൊരു നഷ്ട ഫീലൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ, സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അതൊക്കെ എൻജോയ് ചെയ്യുക തന്നെ വേണം. ഒരിക്കലും അതിനെയൊന്നും സ്പോയിൽ ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പോൾ ഈ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ അങ്ങനെ ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് നമുക്ക് കുറേ വെയിറ്റിൻ്റെ കാര്യങ്ങൾ, ഹെയറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മുന്നോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, എന്ത് ട്രിക്കാണ് യൂസ് ചെയ്തത്, അതാണിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. എൻ്റെ മുഖത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജനുവരി 1 ഇവിടെ ദുബായിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കാറ്റും വെയിലും അങ്ങനെയുള്ള കുറേ ഇത് കൊണ്ട് നല്ലൊരു ക്ഷീണമായി. പോയിട്ട് വന്നപ്പം വെളുപ്പിനെ ആയി ഇവിടെ തിരിച്ച് വന്ന് അബുദാബിയിൽ വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു ദിവസം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വെയിറ്റ് ലോസ് ആയിപ്പോയ സ്റ്റോറീസൊക്കെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളത്. പലരും മെലിഞ്ഞു പോയി എന്നുള്ള കളിയാക്കലുകളുണ്ട്. അതിലുപരി എൻ്റെ ആദ്യമൊക്കെ തന്നെ വിഷമിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ എനിക്കതൊരു മറ്റുള്ളവർ പറയുന്നൊന്നും എന്നെ ഏക്കാതെയായി. കാരണം എനിക്ക് ആവശ്യമുണ്ടോ, ഇപ്പം മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി, ഇതെനിക്ക് ആവശ്യമുള്ള കാര്യമാണോ. ഇപ്പം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, എന്തിൻ്റെ പേരിൽ കളിയാക്കിയാൽ നമ്മൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എനിക്കിത് റെഡിയാക്കി എടുക്കണോ എന്ന് ഞാൻ സ്വയം ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതിൽ വേണം എന്നാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ആവശ്യം എന്താണോ അത് അവിടെ ഓക്കെ വേണം എന്നുണ്ടെന്നാണ് ഞാൻ അതിനുവേണ്ടി എഫേർട്ട് എടുക്കും. അങ്ങനെയായിരുന്നു എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇച്ചിരി വണ്ണം ഉള്ളതാണ് നല്ലതെന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. പിന്നെ വണ്ണം ഉള്ളതാണ് നല്ലത് എന്നതിലുപരി എനിക്ക് വെയിറ്റ് കുറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം, തളർച്ച, ഭയങ്കര ഒരു ലോ ഫീൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ ബിസിനസ്സിൻ്റെ ഇതൊക്കെ എനിക്ക് നോക്കണം. അപ്പം എനിക്ക് ആ ഒരു എനർജി ലോ ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഏരിയാസിനെയൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പോരാത്തതിന് എനിക്ക് മെൻ്റലി സ്ട്രെസ്ഡ് ആവും നമ്മൾ കുറേ കഴിയുമ്പം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കാരണം എൻ്റെ വെയിറ്റ് ലോസ് ആവാൻ കാരണം ഞാൻ കറക്റ്റിന് ഫുഡ് കഴിക്കത്തില്ലായിരുന്നു, എനിക്ക് കറക്റ്റ് ഉറക്കമില്ലായിരുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വെയിറ്റ് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. നമുക്കും അങ്ങനെ ചെയ്യാം. നമുക്ക് ഏത് കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പം നമുക്ക് ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഹെയർ ലോസ് ആവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിലെ ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാതായി പോയത്, അങ്ങനെ ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ വെയിറ്റ് കുറഞ്ഞപ്പോൾ, വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു. അപ്പോൾ ഞാൻ നോക്കിയാൽ അതിൻ്റെ പോയിൻ്റ് ഔട്ട് ചെയ്ത് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കറക്റ്റിന് ഫുഡ് കഴിക്കുന്ന ഫുഡാണെങ്കിൽ ചിലപ്പോൾ കഴിക്കുന്ന ഒരു 10, 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. വളരെ ആ ഒരു സമയത്ത് കഴിച്ചാലും ചിലപ്പോൾ ഒരു 3 ഇഡ്ഡലി കഴിക്കേണ്ട സ്ഥാനത്ത് ഒരു ഇഡ്ഡലിക്ക് ഞാൻ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാൻ ഫീഡ് ചെയ്യുന്ന ആളും കൂടിയാണ്. പക്ഷേ എനിക്ക് വിശപ്പില്ല. ഒന്നാമത് ടൈമിന് കഴിക്കാത്തത് കൊണ്ട് അസിഡിറ്റി, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഒരു ഇഡ്ഡലിയൊന്നും കഴിച്ചാൽ പോരാ, പക്ഷെ ഞാൻ അത്രേ കഴിക്കുകയുള്ളൂ, എനിക്കത് മതി. പിന്നെ ഞാൻ കൂടുതൽ ചായ കുടിക്കും, 2 ഗ്ലാസ് ചായയൊക്കെ കുടിക്കും. അപ്പം എനിക്കതായിരുന്നു ഭയങ്കര ഇഷ്ടം, ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പോൾ ചായ കുടിക്കുമ്പം നമുക്ക് വീണ്ടും വിശപ്പ് അവിടെ ഇല്ലാതായി പോവാം. പിന്നെ ഉച്ചയ്ക്കത്തത്, അതായത് രാവിലത്തെ ഒരു 11 മണി 11:30 കഴിച്ചതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ ആഹാരം കഴിക്കത്തില്ല. വീണ്ടും ഞാൻ മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കും. ഉച്ചയ്ക്കത്തെ ചോറൂണില്ല. ചിലപ്പോൾ ചോറുണ്ണുവാണെങ്കിൽ തന്നെ ഒരു 2 3 വായ ഒരു 3:45 4 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും.
വീണ്ടും ചായ കുടിക്കും. പിന്നെ രാത്രി സമയത്ത് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കും. ചില സമയത്ത് മക്കളെ നേരത്തെ കഴിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ കയറി കിടക്കും. അപ്പോൾ ഞാൻ കഴിക്കത്തില്ല. പിള്ളേർ ഭയങ്കരമായിട്ട് വഴക്ക്, രാത്രി ഭയങ്കര കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വേഗം ഫുഡ് കഴിപ്പിക്കും. എന്നിട്ട് ഞാൻ കയറി കിടക്കും അങ്ങോട്ട് അവരെ ഉറക്കാൻ വേണ്ടി. അപ്പോൾ ആ കൂടെ ഞാൻ കയറിക്കൊന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ ഇതായി. അപ്പം അങ്ങനെ ഒരു ഇതായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആവാൻ തുടങ്ങി. നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് കുറയുന്നത് നമ്മളെ പല രീതിയിൽ അഫക്റ്റ് ചെയ്യും. നമ്മുടെ സ്കിൻ ടോണ് ഡൗൺ ആവും. എനിക്ക് പെട്ടെന്ന് എൻ്റെ മുഖത്ത് അഫക്റ്റ് ചെയ്യും. ഞാൻ മെലിഞ്ഞാലും വണ്ണം വെച്ചാലും എല്ലാം എൻ്റെ മുഖത്താണ് ഇത് ശരിക്കും അറിയാൻ പറ്റുന്നത്. എൻ്റെ ടോൺ ഭയങ്കരമായിട്ട് കുറയും. മുഖം ഒട്ടും, മുഖത്ത് കവള് ഭയങ്കരമായിട്ട് ഒട്ടും, ഹെയർ ലോസ് ഉണ്ടാവും, ഭയങ്കര ക്ഷീണമായിരിക്കും. ഭയങ്കര ക്ഷീണം വെച്ചാൽ ഭയങ്കര ക്ഷീണം. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ ഞാൻ എൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ വരും. അതുകൂടെ ആകുമ്പോൾ വീണ്ടും ഇതങ്ങ് കൂടും. അങ്ങനെയാണ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഉറക്കമില്ലാതെ ഞാൻ അങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ഇതായി. അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചത് എൻ്റെ ലൈഫിൽ എനിക്കൊരു ടൈം ടേബിൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തു. എനിക്ക് ഒന്നാമത് ഞാൻ ഫിക്സ് ചെയ്ത് കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് അസിഡിറ്റി ഭയങ്കരമായിട്ടുണ്ട്. ഞാനായിട്ട് വരുത്തി വെച്ചതാണെങ്കിലും എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് തോന്നി. പിന്നെ ഞാൻ ആയുർവേദത്തിലാണ് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും നമുക്ക് ഗ്യാസിനുള്ള മരുന്നുകളൊക്കെ തന്നു. അത് ഞാൻ കുറച്ച് നാൾ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ ദശമൂല അരിഷ്ടം അങ്ങനെയുള്ളത് കയ്യിൽ അങ്ങ് വെക്കാൻ തുടങ്ങി. പിന്നെ ഒരു തവണ മാത്രം ഒരു വിശപ്പുണ്ടാകുന്ന ഒരു പൊടി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കഴിക്കുമ്പം നമ്മൾ ഹെവി ആയിട്ട് അങ്ങ് വലിച്ചു വാരി അങ്ങ് കഴിക്കും. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യമേ വിശപ്പേ ഇല്ല. അങ്ങനെ. അപ്പോൾ ആ ഒരു മരുന്നിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം നമ്മൾ കഴിക്കുന്നു. അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ പിന്നെ ഞാൻ അതും സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാനൊരു കാര്യം വിചാരിച്ചത് ഒരു റെഗുലറായിട്ടുള്ള ഒരു നല്ലൊരു ടൈം ടേബിൾ നമ്മുടെ കാര്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ടൈം ഫുൾ അങ്ങ് ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ആദ്യമേയൊക്കെ ഈ മെഡിറ്റേഷനൊക്കെ 5 മണിക്ക് 5:30 ആ സമയത്ത് എഴുന്നേറ്റ് ചെയ്ത് കുളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അങ്ങ് തെറ്റാൻ കാരണം എനിക്ക് ലൈഫിൽ കുറേ പ്രശ്നങ്ങളും ടെൻഷൻസൊക്കെ വന്നതുകൊണ്ട് തെറ്റിയതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തു. എഴുതി വയ്ക്കാൻ തുടങ്ങി. തലേ ദിവസം എഴുതി വെച്ചു എൻ്റെ നെക്സ്റ്റ് ഡേ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് മെൻറ്റൽ ക്ലോക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു അലാറവും വേണ്ട, ഒരു ഫോണും വയ്ക്കേണ്ട. നമ്മൾ മെൻ്റലി നമുക്ക് 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് നമ്മൾ മെൻ്റലി ആ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ എഴുന്നേറ്റിരിക്കും എന്നുള്ളതാണ്. ഞാനിത് പക്കായിട്ട് തലേന്ന് രാത്രി കിടക്കുമ്പം ചെയ്തിട്ട് കിടക്കാൻ തുടങ്ങി. പതുക്കെ ഞാൻ 4 മണിക്കായിരുന്നു ആദ്യമേ എണീറ്റിരുന്നത്. പക്ഷേ അത് മാറ്റി 5 മണി 5:30 എന്നുള്ള സമയം കൊണ്ടുവന്നു. ആ സമയത്ത് എഴുന്നേറ്റ് അപ്പം തന്നെ ഫ്രഷനപ്പ് ആയിട്ട് നമ്മുടെ ബാൽക്കണി കൂടി ഒന്ന് നടക്കും. അതിനുശേഷം കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്യും. പിന്നെ ഞാൻ കിച്ചണിൽ കയറി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. കറക്റ്റ് എൻ്റെ മോനെ സ്കൂളിൽ വിടേണ്ട ടൈം 8:30 കേട്ടോ. ആ 8:30 ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കും എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവന്നപ്പം എൻ്റെ ജോലികൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ 8 മണിയാകുമ്പം ക്ലോസ് ആവും. ആ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് രാവിലത്തെ ഫുഡ് കഴിക്കും. എന്നിട്ട് പിന്നെ മോനെ സ്കൂളിലേക്ക് വിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 നേരം എന്നുള്ള ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുമല്ല. ഞാൻ രാവിലത്തെ ഫുഡ് 8-8:30 കഴിച്ചല്ലോ. വീണ്ടും എനിക്ക് പിന്നെ ഞാൻ മോനെ ഇളയാളെ ചിലപ്പോൾ കൊണ്ടാക്കാനായിട്ട് പുറത്തൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ കൊറിയറൊക്കെ അയക്കാനുണ്ടാവും. അതൊക്കെ അയച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടൊക്കെ തിരിച്ച് വരുമ്പോൾ ഒരു 11 മണിയാവും. ആ 11 മണിക്ക് വീട്ടിൽ വന്നിട്ട് വീണ്ടും ആ 11 മണിക്ക് എന്തെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ പഴങ്കഞ്ഞി ഇഷ്ടമുള്ളവർക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് കളിയാക്കുമെന്നും എനിക്കറിയില്ല. കഞ്ഞിക്കകത്ത് തൈരും മുളക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അത് വണ്ണം വയ്ക്കാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് വണ്ണം വയ്ക്കാൻ എന്നുള്ളതാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അത് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനത് ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ വീണ്ടും ഒരു 1 മണി 1:30 ആവുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ, വീട്ടിലെ പണികൾ ഇതൊക്കെ ചെയ്യും. പിന്നെ വീണ്ടും ഒരു 1 മണി 1:30 കറക്റ്റ് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമേയൊക്കെ കുറച്ച് എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ അത്രയും നാൾ ഫോളോ ചെയ്തത് കഴിക്കാതിരിക്കുക, പിന്നെ ഗ്യാസ് കയറി നിറയുക, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അല്ലേ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ ബോഡിയൊക്കെ പെട്ടെന്ന് അങ്ങനെ സ്വിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പതുക്കെ നമ്മളെ അങ്ങ് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മളെ പതുക്കെ അങ്ങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ എന്നെ പതുക്കെ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവന്നു. കുറച്ചേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള വലിയൊരു വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു വെച്ചു.
അതിൽ ഇഷ്ടമല്ലെങ്കിലും ഞാൻ കുടിച്ചു തുടങ്ങി. അപ്പം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മടിയെന്നതിലുപരി എനിക്കിതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അതൊക്കെ പതുക്കെ പതുക്കെ മാറി തുടങ്ങി. അങ്ങനെ 1:30-ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എനിക്കൊന്ന് കിടക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ട്, ഞാൻ പകൽ ഉറങ്ങാറേ ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ആ 10 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് അരമണിക്കൂറാവും. ആ സമയത്ത് ഞാൻ ബുക്സ് വായിച്ചുകൊണ്ട് കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡിങ് കഴിഞ്ഞിട്ടൊരു റിലാക്സേഷനാണത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഞാൻ ഒരു 2:30 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. ചിലപ്പോൾ കൊറിയറിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അയക്കാനോ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ തിരിച്ച് വരുന്ന വഴി മക്കളെ കൊണ്ടുവരും. അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, ചായ ഇടും. വീണ്ടും നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യാൻ കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. നമ്മൾ അത്രയും നേരം പിള്ളേരുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്ന ആ സമയം കൂടുതലും ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം എൻ്റെ എനർജി ലോ ആകുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മളതിലെ കുറവുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ തുടങ്ങി. വീണ്ടും അങ്ങനെ 4 മണിക്ക് കഴിക്കാൻ തുടങ്ങി. രാത്രിയിലത്തെ ഫുഡ്, അതായത് ഈ 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കും, നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഞാൻ, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഈ ഏത്തക്കായൊക്കെ നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുമല്ലോ, അങ്ങനെയൊക്കെ. ചിലപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടും, അങ്ങനെയൊക്കെ. അതൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നല്ലതാണ്. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് തന്നെ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം രാത്രിയിലത്തെ ഫുഡ്, പിന്നെ നമ്മൾ വീണ്ടും കുളിച്ചിട്ട് 6 മണിയാകുമ്പോൾ നമുക്ക് വിളക്ക് വയ്ക്കണം. ഞാൻ നാമം ജപിക്കും. നാമം ജപിച്ചിട്ട് മക്കളെ പഠിപ്പിക്കാനുണ്ട്. പിന്നെ വീട്ടിലെ കുറേ കാര്യങ്ങൾ, കിച്ചണിലെ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ രാത്രി വേറെ ഫുഡ് വയ്ക്കും. ഞാൻ 3 നേരമായിട്ടാണ് വെക്കുന്നത്. രാത്രിയാകുമ്പം ഒന്ന് ചൂടോടെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീണ്ടും ഫുഡൊക്കെ വെച്ച്, അതായത് മക്കളെ അടുക്കളയിൽ ഇരുത്തി പഠിപ്പിക്കും. ചെറിയ ആൾ പഠിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ, 3 വയസ്സായിട്ടുള്ളൂ. അപ്പം ഞാൻ കുക്കൊക്കെ ചെയ്ത് പിന്നെ വീണ്ടും ഞങ്ങളൊരു രാത്രിയത്തെ ഫുഡും ഒരു 8:15, 8:30, 8:45 അതിൽ കൂടുതൽ പോകത്തേ ഇല്ല. ആ ഒരു സമയത്ത് കഴിച്ച് പാത്രങ്ങളൊക്കെ തേച്ച് ഒരു 9:30 ആകുമ്പം ഞങ്ങൾ കിടക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമേ ഒന്നും എനിക്ക് ഉറക്കമേ വരുന്നില്ലായിരുന്നു. കാരണം എൻ്റെ ശീലം അതല്ലേ, ഞാൻ കറക്റ്റ് ഉറങ്ങുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെ ആ ഒരു സൈക്കിളിൽ പോയത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ കണ്ണടച്ച് കിടക്കും, ഫോൺ മാറ്റി വയ്ക്കും, ലൈറ്റൊക്കെ ഫുൾ ഓഫാക്കിയിടും. ചിലപ്പോൾ ഫോണിൻ്റെ ടോർച്ച് വെച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ ബുക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. പക്ഷേ എന്നാലും ടോർച്ചിൻ്റെ വെട്ടം എൻ്റെ കണ്ണിന് പറ്റുന്നില്ല. എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ലൈറ്റ്സ് ഒന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ അതും മാറ്റി വെച്ചു. കാരണം ഞാൻ വായിക്കാനായിട്ട് സമയം അല്ലാതെ കണ്ടെത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് കണ്ണടച്ച് തന്നെ കിടക്കാൻ തുടങ്ങി. കുറേ ദിവസം ഇങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ കൊണ്ടുപോയി. ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തന്നെ തോന്നും. പക്ഷേ നമുക്ക് നമ്മളെ ഒരു അലൈൻമെൻറ്റിൽ എത്തിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മുടെ വെയിറ്റ് കുറയുന്നതിന് ഈ ഉറക്കമില്ലായ്മയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി എനിക്കിതെല്ലാം കറക്റ്റ് ഒരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. കറക്റ്റ് 9:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങി തുടങ്ങും. പിന്നെ ഒരു 11 മണി, 11:30, 12 ആ സമയത്തൊക്കെ ഞാൻ എഴുന്നേക്കും. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നത്. ഹസ്ബൻഡ് അബ്രോഡാണ്. അപ്പോൾ ആ സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എഴുന്നേക്കും. പക്ഷേ അത് അലാറത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ഞാൻ എഴുന്നേക്കും. പിന്നെ അത് കഴിഞ്ഞ് സംസാരിച്ചിട്ട് നമ്മൾ കിടക്കും. വീണ്ടും വെളുപ്പിനെ ഈ സമയത്ത് തന്നെ ഞാൻ എഴുന്നേക്കും. അങ്ങനെ കറക്റ്റായിട്ട് എപ്പോൾ ഞാൻ കൊണ്ടുവന്നോ അപ്പോഴും എൻ്റെ കയ്യിൽ ഈ ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചുമ്മാ എനിക്ക് വണ്ണം വെക്കണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം, എനിക്കത് വേണം, എനിക്കിത് വേണം, നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ. നമ്മൾ അതിനു വേണ്ടി കുറച്ച് എഫേർട്ടും കൂടി ഇടണം. നമ്മൾ ആ കൊടുക്കുന്ന എഫേർട്ടിലാണ് എല്ലാം ഇരിക്കുന്നത്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കണം നന്നായിട്ട്, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ തരണം എന്ന് യൂണിവേഴ്സിനോട് തോന്നും. നമ്മൾ വെറുതെ കയറി ഇരിക്കരുത്. നമുക്ക് നമ്മുടെ ആഗ്രഹം ശക്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ വെയിറ്റിൽ ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞും ഞാനൊരു വെയിറ്റ് എത്ര കൂട്ടണം എന്നുള്ളത്, എനിക്കൊരു വെയിറ്റ് ഉണ്ട്. ആ ഒരു വെയിറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും കൂടുതൽ കൂട്ടാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. അപ്പോൾ അതും ഇപ്പോഴും എനിക്ക് ആ ഒരു വെയിറ്റ് എനിക്ക് മോശമാണെന്ന് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഓക്കെ ആണതിൽ. കാരണം എനിക്ക് മെലിഞ്ഞാലാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ ഞാൻ ആ വെയിറ്റ് ഗെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോയി. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് എല്ലാത്തിലും ഞാൻ കറക്റ്റ് ഇപ്പോൾ ആ ഒരു ഇത് പാലിക്കുന്ന ഒരാളാണ്. കാരണം ഇത് പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ ദോഷവശങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ അബുദാബിയിലേക്ക് വരുന്ന ആ ഒരാഴ്ച ഉറക്കമോ ഊണോ ഒന്നും ഇല്ലായിരുന്നു.
കാരണം നമ്മൾ ഒരുപാട് ഓടി നടക്കേണ്ടി വന്നു. എനിക്കും എൻ്റെ 2 മക്കൾക്കും ഇങ്ങോട്ട് നമുക്കറിയാമല്ലോ, ഒന്ന് എവരോട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശരിയാക്കണം. അതിനൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഓടി നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കുകൾ കാരണം പുറത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെ വേണം ഒന്ന് കുക്ക് ചെയ്യാനും എല്ലാം. അപ്പോൾ അങ്ങനെ ചില സമയത്ത് പുറത്തുനിന്ന് കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. അങ്ങനെ ആ ഒരു രീതിയിലായതുകൊണ്ട് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ, പക്ഷെ മക്കൾക്കുള്ളതൊക്കെ ഓക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതായി. പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടും, എന്നിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തു ആ ഒരാഴ്ച. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ നന്നായിട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തോളാൻ പറയും. അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. എൻ്റെ വെയിറ്റ് കുറയാൻ കാരണം എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് 1 by 1 ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി തുടങ്ങുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും നമുക്ക് എവിടെ പിടിച്ചാലാണ് ശരിയാവുന്നത് എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി കറക്റ്റ് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാനൊരു ടൈം ടേബിൾ പോലെ എന്തൊക്കെ ചേഞ്ചസ് എവിടെയൊക്കെ വരുത്തണം എന്നുള്ളത് എഴുതി വെച്ചു. അതുപോലെ തന്നെ എനിക്ക് മാറ്റാൻ പറ്റുകയും ചെയ്തു. എനിക്ക് എൻ്റെ ഉറക്കം എല്ലാ കാര്യങ്ങളിലും കറക്റ്റായ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ 3 നേരം ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ടിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനൊക്കെ, പക്ഷേ നമ്മളെ തന്നെ നിർബന്ധിച്ച് അങ്ങ് കഴിപ്പിക്കുക. പതുക്കെ നമുക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.